എറണാകുളം സ്റ്റൈൽ സദ്യ മസാലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് കടല കുതിർത്തെടുത്തിട്ടുണ്ട്. 8 മണിക്കൂർ കുതിർത്തെടുത്ത കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഉടങ്ങ ചേർത്ത് കൊടുക്കാം. കുക്കർ അടുത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആകുന്നവരെ കടലയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ സോയാ ചങ്ക്സിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റിന് ശേഷം സോയാ ചങ്ക്സ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ പിഴിഞ്ഞെടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നതിന് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം സവോളയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്നു വന്ന ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് വെന്ത കടലയും അതുപോലെ തന്നെ സോയാ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ കുരുമുളകും പെരിഞ്ചീരകവും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് നല്ല ചുമക്കൊന്ന് വറുത്തെടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് 2 ടൈപ്പ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് എടുത്ത ശേഷം മിക്സർ ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാൻ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ചേർക്കുന്നതാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റോടെ മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കറി റെഡിയാണ്.